الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയമുള്ള കുട്ടികളെ ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ വിട്ടുകൂടാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഹജ്ജിന്റെ ആത്മാവ് എന്ന വിഷയമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ നിർഭയത്വമുള്ള ആദർശ നിലപാടിലൂടെയാണ് നാം സഞ്ചരിച്ചത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോക ചരിത്രത്തിൽ പഠിപ്പിച്ച ഹജ്ജിന്റെ വിളംബരം
വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ആദർശപരമായ പരീക്ഷണങ്ങളും ജീവിതപരമായ പരീക്ഷണങ്ങളും അതിജീവിച്ച വ്യക്തമായ ആദർശ നിലപാടുള്ള പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും ഹാജറയും സാറയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും അടങ്ങുന്നതാണ് പ്രവാചകന്റെ കുടുംബം. ആ പ്രവാചകൻ ഇറാഖ് എന്ന ദേശത്തു നിന്ന് ഫലസ്തീനിലൂടെ കടന്ന് ഉമ്മുൽ ഖുറയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. അഥവാ സഊദി അറേബ്യയിൽ മക്കായുടെ മടിത്തട്ടിൽ. അവിടെ മുതലാണ് മറ്റൊരു ചരിത്രം ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ധാരാളം പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്ന പ്രവാചകനാണ്. ഹാജറ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. മക്കളില്ലാതെ വിഷമിച്ചു. ആ ജീവിതത്തിലെ ഗുണപാഠം മക്കളില്ലാതെ പ്രയാസപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോടാണ് ദുആ ചെയ്തത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരോടല്ല പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന 100ാമത്തെ വയസ്സിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ വരവോടുകൂടി ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ ഇങ്ങനെയാണ് വിവരിച്ചത്. 37-ാം അധ്യായം സൂറ സ്വാഫാത്തിലെ 99, 100, 101 വചനങ്ങളിലാണ് അല്ലാഹു അത് പറഞ്ഞു തന്നത്. വഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി ദാഹിബുൻ, ഞാൻ പോകുകയാണ്, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക്, സയഹ്ദീൻ, എന്റെ റബ്ബിലേക്ക് വഴികാട്ടും. എനിക്ക് നിരാശയില്ല, വാർദ്ധക്യം എത്തുകയാണ്, എന്നാലും എന്റെ മാർഗം എളുപ്പമാണ്. ഞാൻ എന്റെ റബ്ബിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട സൽവൃത്തനായ അനുസരണശീലമുള്ള പിതാവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മകനെ എനിക്ക് തരണം. സങ്കടമുണ്ട് മക്കളില്ലാത്തത് കൊണ്ട്. കുടുംബ സ്വത്തിന്റെ വീതമല്ല, മറിച്ച് ഈ ആദർശ പ്രബോധന രംഗം ഏറ്റെടുക്കാൻ ഒരാളില്ല എങ്കിൽ അത് പ്രയാസമാണ്. അതുകൊണ്ട് പടച്ചവനെ സൽവൃത്തനായ ഒരു മകനെ എനിക്ക് നൽകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരമായി ദുആ ചെയ്തു. നമുക്കുള്ള ഗുണപാഠം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, 5 വഖത്തും അത് ദുആ ചെയ്യണം. ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ ദുആ കൊണ്ട് നിരാശപ്പെടാൻ പാടില്ല. നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇനി ആ പ്രാർത്ഥനക്ക് ഉത്തരം പടച്ചവൻ തന്നാൽ അതിനെ ഹംദ് ചെയ്യാനും മടി കാണിക്കരുത്. പ്രിയമുള്ളവരെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ 3 ഇരുട്ടിലാണ് അള്ളാഹു ശിക്ഷിച്ചത്, പരീക്ഷിച്ചത്. ഒന്നാമത്തേത് രാത്രിയുടെ ഇരുട്ട്, 2 സമുദ്രമാകുന്ന ഇരുട്ട്, 3-ാമത്തേത്
മത്സ്യത്തിന്റെ അകത്തളങ്ങളിൽ ഇരുട്ട്. നിരാശ ബാധിച്ചില്ല, സങ്കടങ്ങൾ വന്നില്ല, വിഷമങ്ങളും വന്നില്ല. എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്തില്ല. എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചില്ല. എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞില്ല. അതാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥന. ആ സമുദ്രത്തിന്റെ അഗാധഗർത്തത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനം എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന്ത. ഇതൊരു പ്രാർത്ഥനയും ദിക്റും കൂടിയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥനയിൽ എന്നെ രക്ഷിക്കണമെന്നില്ല, രക്ഷപ്പെടുത്തണമെന്നില്ല, ഉണ്ടോ? പക്ഷേ ആ ഒരൊറ്റ തേട്ടം അല്ലാഹുക്കറിയാം, പടച്ചവനുക്കറിയാം. അല്ലാഹു തആല ആ ഒരു പ്രാർത്ഥന സ്വീകരിച്ച്, നീയല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധവാനാണ്, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, നിനക്ക് ഇഷ്ടപ്പെടാത്ത വഴിയിൽ ഞാൻ സഞ്ചരിച്ചു, പടച്ചവനെ സ്വീകരിക്കണേ, കാക്കണേ എന്ന് ദുആ യൂനുസ് നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തിയിട്ട് ലോക ജനതയ്ക്ക് മുഴുവനും പാഠമായി ചരിത്രം ഖുർആൻ പറഞ്ഞു. അല്ലെ, അതാണ് ഗുണപാഠം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ 99 വയസ്സ് കഴിഞ്ഞു, പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു മകനെ തരണം. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. ഉടനെ മറുപടി കൊടുക്കുകയാണ്. 37-ാം അധ്യായം സൂറത്ത് സ്വഫാത്തിലെ 101-ാമത്തെ വചനം, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം എന്ന പ്രവാചകന് ഏത് പേര് കൊണ്ടാണ് അല്ലാഹു വിശേഷിപ്പിച്ചത്, അതേപോലത്തെ പേരുകൊണ്ട് ആ ഇബ്രാഹിം നബിയുടെ സ്വഭാവ ഗുണങ്ങളുള്ള മകൻ അല്ല നൽകുകയാണ്. അല്ല പറഞ്ഞു, ഫബശ്ശർനാഹു, നിനക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു, ബിഗുലാമിൻ, മകനെ കൊണ്ട്. എന്താണ് ആ മകന്റെ പ്രത്യേകത? ഹലീം, അവൻ സഹനശീലനാണ്, ക്ഷമയുള്ളവനാണ്, അനുസരണയുള്ളവനാണ്, നിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകി, മക്കളെ നൽകുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി 2 സന്താനങ്ങളെയാണ് അല്ലാഹു തആല നൽകുന്നത്. മാത്രമല്ല ആ സന്താനങ്ങളിലൂടെ പ്രവാചക പരമ്പര അല്ലാഹു നിലനിർത്തി. നന്ദി കാണിക്കണ്ടേ? കാണിക്കണം. അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് ഒരാൾക്ക് കുട്ടി ജനിച്ചു എന്ന് വാട്സാപ്പിലേക്ക് മെസ്സേജ് വന്നാൽ ആദ്യം പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാ എന്നാവണം. ആരാ പഠിപ്പിച്ചത്? ഇബ്രാഹിം നബിയാണ്. അവിടെ പൂക്കളുടെ സ്റ്റിക്കറുകളോ അതല്ലെങ്കിൽ ചിരിക്കുന്ന സ്റ്റിക്കറുകളോ അല്ല അയക്കേണ്ടത്. നമ്മുടെ സഹോദരൻ വിളിക്കുകയാണ്, എന്റെ മകൾ പ്രസവിച്ചു കേട്ടോ, അൽഹംദുലില്ലാ. എന്താ അതിന്റെ തെളിവ്? ഖുർആനാണ് തെളിവ്. പിന്നെ വേറെ പ്രാർത്ഥനയുണ്ട്. ആ ഉമ്മയ്ക്കും ആ കുഞ്ഞിനും വേണ്ടി ബറക്കല്ലാഹു ലക എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ ഹദീസിലുണ്ട്. പക്ഷെ ആദ്യം പറയേണ്ട വർത്തമാനം അൽഹംദുലില്ലാ എന്നാവണം. പ്രിയപ്പെട്ട ഭർത്താവ് പറയണം, ഉമ്മ പറയണം, വാപ്പ പറയണം, സഹോദരങ്ങൾ പറയണം, ആ പെണ്ണും പറയണം. തന്റെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ഇതാ തെളിവ്, ഖുർആനാണ് തെളിവ്. ഇതാ കേട്ടോ, 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 39-ാമത്തെ വചനം. അല്ലാഹു തആല ഇസ്മാഈൽ എന്ന മകനെയും ഇസ്ഹാഖ് എന്ന മകനെയും കൊടുക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വാർദ്ധക്യമായ സമയത്ത് കണ്ണു നിറഞ്ഞുപോയി. പടച്ചവൻ തന്നല്ലോ വയസ്സാകാലത്ത് 2 മക്കളെ, അതും പ്രവാചകന്മാർ. ഇസ്ഹാഖ് നബി എന്ന പ്രവാചകൻ, യാക്കൂബ് നബി എന്ന പ്രവാചകൻ, യൂസുഫ് നബി എന്ന പ്രവാചകൻ. നിങ്ങൾ പരമ്പരയാണ് കൊടുക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാം, ആ പ്രവാചക പരമ്പര വന്ന് മുട്ടുന്നത് ഈസാ നബിയിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ആ പ്രവാചക പരമ്പര വന്ന് മുട്ടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഓർക്കുന്നത്. ആ പ്രവാചകൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉ ദുആ. അതാണ് ഹജ്ജിൽ കേൾക്കുന്നത്. ഹജ്ജിൽ എവിടെയാണ് ദുആക്ക് ഉത്തരമില്ലാത്തത്? ഹജ്ജിന്റെ വേളയിൽ എവിടെ പ്രാർത്ഥിച്ചാലും ദുആയാണ്, ഉത്തരമാണ്. സഫയിലും മർവയിലും ഹജ്ജാജിമാരെ കാണാറില്ലേ? പൊട്ടിക്കരയുകയാണ് പടച്ചവനോട്. അർഫ മൈതാനയിൽ കണ്ണുനീര് വീഴാത്ത ഹജ്ജാജിമാരില്ല. അതാണ് പ്രാർത്ഥന. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലത് എങ്ങനെയുള്ള അല്ലാഹുവാണെന്നറിയുമോ? വഹബലി, എനിക്ക് പ്രദാനം ചെയ്തു, അലൽ കിബറി, എന്റെ വാർദ്ധക്യാവസ്ഥയിൽ. കണ്ടോ? എന്റെ വാർദ്ധക്യാവസ്ഥയിൽ ഇസ്മാഈല വഇസ്ഹാഖ, ഇസ്മാഈൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമ്മതിക്കുകയാണ്. ഇന്ന റബ്ബീ ലസമീഉ ദുആ, എന്റെ റബ്ബുണ്ടല്ലോ പ്രാർത്ഥന കേൾക്കുന്നവനാ. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാ. സങ്കടങ്ങളുണ്ടോ? വിഷമങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? കടങ്ങളുണ്ടോ? രോഗങ്ങളുണ്ടോ? എന്തായാലും റബ്ബിനോട് പറയാൻ സമയം കണ്ടെത്തണം. റബ്ബിനോട് കരയാൻ സമയം കണ്ടെത്തണം. റബ്ബിനോട് സങ്കടങ്ങൾ പറയാൻ സമയം കണ്ടെത്തണം. റബ്ബിനോട് നിന്ന് ചിരിക്കാൻ സമയം കണ്ടെത്തണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വർത്തമാനം പറയാൻ സമയം കണ്ടെത്തണം. നമ്മൾ കാണാറില്ലേ, കഅബാലയത്തിന്റെ അടുത്ത്, സഫയുടെ അടുത്ത്, അറഫയുടെ അടുത്ത്, മുസ്ദലിഫയിൽ, അറഫ മൈതാനിയിൽ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി കരയുന്ന മനുഷ്യന്മാർ, പൊട്ടിപ്പൊട്ടിക്കരയുന്ന മനുഷ്യന്മാർ. എന്താ കാരണം? ഇന്ന റബ്ബീ ലസമീഉ ദുആ, എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഉത്തരം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബവുമായി മക്കയിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആനിൽ മക്ക എന്ന രാജ്യത്തിന് 4 പേരാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് മക്ക എന്നാണ്. അതിന്റെ പേര് കേന്ദ്രം എന്നാണ്. അത് വരാനുള്ള കാരണം കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞു മക്ക എന്ന രാജ്യത്തിന്റെ മറ്റൊരു പേരാണ് ബക്ക. ലല്ലദീ ബിബക്കത മുബാറകൻ, കഅബാലയത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോൾ മക്ക എന്ന രാജ്യത്തിന് ബക്ക എന്ന് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മക്കയുടെ പേരാണ് ഉമ്മുൽ ഖുറ, അനുഗ്രഹീതമായ പേരാണ്. ചരിത്രങ്ങളിലും പാട്ടുകളിലും കയറി വന്ന പേരാണ്. മക്ക എന്നത് ഉമ്മുൽ ഖുറയാണ്. നാലാമത്തെ പേരാണ് ബലദുൽ അമീൻ, വത്തീനി വസ്സൈതൂനി എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞല്ലേ, നിർഭയത്വത്തിന്റെ നാടാണ് മക്ക. അങ്ങനെ 4 പേരുകൾ കൊണ്ടാണ് ആ മക്ക എന്ന രാജ്യം അറിയപ്പെടുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും ആ കഅബാലയത്തിന്റെ സമീപത്ത് കൊണ്ടാക്കി. എന്നിട്ട് അവിടെ താമസിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറാകുന്നു. അപ്പൊ ഹാജറ ബീവി ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുകയാണ്. വെള്ളമില്ല, മനുഷ്യന്മാരില്ല, മൃഗങ്ങളില്ല, പക്ഷികളില്ല, അയൽവാസികളില്ല, ഒന്നും മിണ്ടാനും ആരുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ ഉമ്മയായ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും ആ കഅബാലയത്തിന്റെ മടിത്തട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുമ്പോ വിളിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങൾ തനിച്ചാ, ഇവിടെ ആരുമില്ലല്ലോ. ഒന്നും മറുപടി പറഞ്ഞില്ല. വീണ്ടും നമ്മുടെ ഉമ്മ ചോദിച്ചു, അല്ല ഞങ്ങളെ തനിച്ചാക്കിട്ടാ പോണത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും മിണ്ടിയില്ല. മൂന്നാമത് ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ പോകുന്നത് അള്ളാന്റെ കൽപ്പന പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തലയാട്ടി. അള്ള പറഞ്ഞിട്ടാ പോണത്. ചില ദൗത്യങ്ങളുണ്ട്, എന്നാ പൊക്കോ, നിങ്ങൾക്ക് പടച്ചവനുണ്ട്. ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബാലയത്തിന്റെ അടുത്ത് നിന്ന്, ആ കഅബാലയത്തിന്റെ മടിത്തട്ടിൽ നിന്ന്
ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും കടത്തിയിട്ട് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി. മുഅ്മിനീങ്ങളെ, ഇന്ന് സൗദിയിൽ കാണുന്ന അനുഗ്രഹങ്ങള്, ആ മക്കയിൽ കാണുന്ന വികസനങ്ങള്, അവിടെയുള്ള സംസം തുടങ്ങിയതെല്ലാം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രിയപ്പെട്ട സഹധർമ്മിണിയെയും ഇസ്മായിൽ നബിയെയും തനിച്ചാക്കി പോകുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ വചനം. ഞാനിത് പറയുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഈ പ്രാർത്ഥനയാണ് സംസം. ഈ പ്രാർത്ഥനയാണ് സംസം. കുടിക്കാറില്ലേ? സംസമിന്റെ ചരിത്രം ഈ പ്രാർത്ഥനയാണ്. മക്കായുടെ വികസനം ഈ പ്രാർത്ഥനയാണ്. മക്കായുടെ പ്രൗഢി ഈ പ്രാർത്ഥനയാണ്. ആ നാടിന്റെ പ്രൗഢി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നീ തീർച്ചയായും ഞാൻ അസ്കൻതു താമസിപ്പിക്കുന്നു മിൻ ദുർരിയതി എന്റെ സന്താനങ്ങളിൽ ചിലരെ. ഇസ്മായിൽ നബിയെ എവിടെയാണ് താമസിപ്പിക്കുന്നത്? വിവാദം ഈ താഴ്വരയിൽ, കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത, മനുഷ്യന്മാരില്ലാത്ത ഈ താഴ്വരയിൽ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെയും ഇസ്മായിൽ എന്ന മകനെയും ഞാനിതാ ഏൽപ്പിക്കുകയാണ്, താമസിപ്പിക്കുകയാണ്. പക്ഷെ എനിക്കറിയാം, എന്താ ബൈത്തുൽ മുഹറം കഅബാലയത്തിന് സമീപത്താണ് ഞാൻ ഏൽപ്പിക്കുന്നത്. താമസിച്ച് ഞാൻ പോകുകയാണ് നീ പറഞ്ഞ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. എന്താ? കഅബാലയം പണിയണം, പ്രബോധനം നടത്തണം, ശിർക്കിനെതിരെ ആദർശ നിലപാട് സ്വീകരിക്കണം, വിഗ്രഹങ്ങളെ തകർക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഅബാലയത്തിന് മുകളിൽ പറയാൻ ഇവിടെ ബിലാൽ വരണം. എന്റെ ദൗത്യമാണ്. എനിക്കതിനു വേണ്ടി പ്രാർത്ഥിക്കണം, പണിയെടുക്കണം. അങ്ങനെ കഅബാലയത്തിന്റെ സമീപത്ത് താമസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, റബ്ബനാ, എന്റെ നാഥ, എന്തിനാണ് ഞാൻ ഈ കാബയുടെ സമീപത്ത് കൊണ്ട് എന്റെ ഭാര്യയെ മകനെ താമസിച്ചറിയുമോ? അവര് നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ തൂണാണ് കേട്ടോ. സുബഹി നിസ്കരിച്ച ആളുകള് മനസ്സിൽ കൈവച്ചു പറയണം, മരണം വരെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണമെന്നു. ഇല്ലാത്ത യുവാക്കളെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയില്ലേ? സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലേ, കിടക്കാൻ വീടില്ലേ, ചോറ് മാറ്റാൻ AC ഇല്ലേ, സംവിധാനങ്ങൾ പടച്ചവൻ തന്നില്ലേ? എങ്ങനെ സുബഹില്ലാതെ കിടന്നുറങ്ങും? ആ മക്കളെ കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം പറഞ്ഞ വർത്തമാനം, ഞാൻ എന്റെ കഅബാലയത്തിന്റെ സമീപത്ത് കൊണ്ടാക്കുന്നത് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെയാണ് നമ്മൾ ഇബ്രാഹിമായിട്ട് മാറണം. സുബഹി നിസ്കരിക്കുന്ന ഇബ്രാഹിമായിട്ട് മാറണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, സുബഹി നിസ്കാരമുള്ള ഉമ്മയായിട്ട്, ഹാജറയായിട്ട് മാറണം. പ്രിയപ്പെട്ട മക്കളെ, ഇസ്മായിലായിട്ട് മാറണം. അതാണ് ഖുർആന്റെ ചരിത്രം. എന്നിട്ട് പറഞ്ഞു, ഫജഅൽ അഫ്ഇദതം മിനൻ നാസ്, മനുഷ്യ മനസ്സുകൾ ഈ കഅബാലയത്തിലേക്ക്, എന്റെ ഹാജറയിലേക്ക്, എന്റെ ഇസ്മായിലിലേക്ക്, ഈ മണ്ണിലേക്ക് നീ ചായ്വുള്ളതാക്കണം. അതാണ് കേൾക്കുന്നത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. മനുഷ്യ മനസ്സുകളെ, ഇവിടെ നോക്കി ആളുകൾ വരുന്നത്. ഇപ്പൊ തന്നെ ഇന്നലെ 9 ലക്ഷം കഴിഞ്ഞു. മനുഷ്യന്മാർ വരികയാണ്. എന്റെ മനുഷ്യ മനസ്സുകളെ അവിടേക്ക് നീ ചായ്വുള്ളതാക്കണം. തീർന്നില്ല പടച്ചവനെ, ഈ നാട് ഉപജീവനമുള്ള, എല്ലാവരും ഉറ്റുനോക്കുന്ന, സമ്പൽ സമൃദ്ധിയുടെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഭൂമിയാക്കി മാറ്റണം. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. രസമുള്ള, ഉപജീവന മാർഗമുള്ള, ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന, ജനങ്ങളൊക്കെ തിരിയുന്ന, ജനങ്ങളൊക്കെ പറയുന്ന,
ജനങ്ങളൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന മണ്ണാക്കി ഇതിനെ നീ മാറ്റണം. കായ്കറികൾ ധാരാളം ഉണ്ടാകണം. അത് ഭക്ഷിക്കുന്ന, അത് നേടുന്ന ഉപജീവന മാർഗമുള്ള ഒരു മണ്ണാക്കി മാറ്റണം. അങ്ങനെ നിസ്കാരമുള്ള, റിസ്ക്കുള്ള, പടച്ചവരെ പേടിയുള്ള നല്ല മനുഷ്യന്മാരാകുമ്പോ അവരെന്ത് ചെയ്യുമെന്നറിയുമോ? അവർ നന്ദിയുള്ളവരാകും. പടച്ചവനെ, എന്റെ മക്കളെ നീ നന്ദിയുള്ളവരാക്കണം, എന്റെ ഹാജറയെ നന്ദിയുള്ളവരാക്കണം. വല്ലാത്തൊരു ദുആയാണ്. അവിടെ നിന്നാണ് സംസം വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നുപോയി, കയ്യിലുള്ള വെള്ളം തീർന്നു, ഹാജറയുടെ മുലപ്പാലും പറ്റി. ഇസ്മായിൽ കരയാൻ തുടങ്ങി. വെള്ളമില്ല, വിളിച്ചിട്ടാരും കേൾക്കുന്നില്ല, സഹായിക്കാൻ ആരുമില്ല. ഹാജറയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവസാനം ഒരു തുള്ളി വെള്ളത്തിന് യാത്രക്കാർ വരുമെന്നറിയാം. ഹാജറ ബിബി ഓടുകയാണ്, ഇസ്മായിലിന് വെള്ളം കൊടുക്കണം. സഫാ കുന്നിന്റെ മകളിലേക്ക് കയറി ഉറക്കെ വിളിക്കാൻ തുടങ്ങി, ആരെങ്കിലും ഉണ്ടോ? എന്റെ മകന് ദാഹിക്കുകയാണ്. അവിടെ നിന്ന് മറുവന്റെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ 7 ഓട്ടം. അതാണ് ഹജ്ജിലും ഉംറയിലും. കഅബയിൽ തവാഫ് കഴിഞ്ഞാൽ സഫാ മറുവക്കടയിലെ സഅയ് ചെയ്യുന്നത് 7 ഓട്ടമാണ്. സഫാ മറുവക്കടയിൽ അത് നമ്മുടെ ഉമ്മ ഓർക്കുന്നതാണ്, ഹജറാബി ഓർക്കുന്നതാണ്. അങ്ങനെ ഓടുകയാണ് 2 കുന്നുകൾക്കിടയിൽ. അപ്പോഴതാ കേൾക്കുന്നു ഒരു അശരീരി. ഹജറാബി നിന്നു. ആരാണ് വിളിച്ചത്? വേറൊന്നും വേണ്ട, വെള്ളം മതി. പടച്ചവന്റെ കൽപ്പനയുമായി ദാഹിച്ചു വിയർത്തുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കാൽപാദം ഇട്ടടിക്കുകയാണ്. 2 മിറാക്കിളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, 2 അത്ഭുതങ്ങളാണ്. ഒന്ന്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിക്കുന്നു. രണ്ടാമത്തേത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ചിറക് കൊണ്ട് കുഴിക്കുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും, ബുഖാരിയിൽ കാണാൻ കഴിയും, ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെയാണ് സംസം ഉണ്ടാകുന്നത്. നോക്കുമ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്ന ആ സ്ഥലത്ത് നിന്ന് ജലം നിർഗളിക്കാൻ തുടങ്ങി. ധാരാളമായി വന്നു. ഹജറാ ബീവി കോരി കുടിച്ചു. ഇസ്മായിലിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഉളൂ ചെയ്തു. ധാരാളം വെള്ളം ശേഖരിച്ചു. നിൽക്കുന്നില്ല, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹജറാ ബീവി ഫലസ്തീനിന്റെ ഭാഷയിൽ പറഞ്ഞു, അറബിയല്ല കേട്ടോ, ഫലസ്തീന്റെ ഭാഷയിൽ പറഞ്ഞു സംസം, മതി മതി എന്ന് പറഞ്ഞു. ആ പേരാണ് ലോക ചരിത്രത്തിൽ എന്നും ഉള്ളത്. ആ പേരാണ്, ഉമ്മ പറഞ്ഞ പേരാണ്. ഞങ്ങൾക്ക് മതി, പക്ഷെ അള്ള പറഞ്ഞു പോരാ. ലോകാവസാനം വരെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഇബ്രാഹിമിന്റെ മുഅ്ജിസത്തായി, ഇസ്മായിലിന്റെ മുഅ്ജിസത്തായി അവരെല്ലാം അവിടെ നിലനിൽക്കണം. എന്നുമില്ല സഹോദരങ്ങളെ, അതാണ് സംസമിന്റെ ചരിത്രം. ആ സംസവുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ മുബാറകത്തുൻ, ആ വെള്ളം അനുഗ്രഹീതമാണ്. ഇന്നഹാ തുആമു തുഅ്മിൻ, അത് ഭക്ഷണത്തിനുള്ള വിശപ്പിനുള്ള ഭക്ഷണമാണ്. അത് കുടിക്കുന്നവന് രോഗശമനമാണ്. ആ ഒരു ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട്, ആ ഒരു നന്മയെ കണ്ടുകൊണ്ടായിരിക്കണം സംസമിനെ സ്വീകരിക്കേണ്ടതും സംസം വെള്ളം കുടിക്കേണ്ടതും എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് കഅബാലയം പണിയാൻ പറഞ്ഞു. ഇന്ന അവ്വല ബൈത്തിൻ വദിഅ ലിന്നാസി ലല്ലദീ ബിമക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആദ്യമായി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ കഅബാലയം, അത് മക്കയിലുള്ള ഏറ്റവും അനുഗ്രഹീതമായ സന്മാർഗമായ ആ കഅബാലയത്തിന്റെ നിർമ്മാണം ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഏൽപ്പിക്കുകയാണ്. إبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين وركع السجود. 22-ാം അധ്യായം സൂറ ഹജ്ജിലെ 26-ാമത്തെ വചനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നാം ആ മന്ദിരത്തിന്റെ കഅബാലയത്തിന്റെ സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാ തുശ്രികു ബി ശൈഅ, ഒരൊറ്റ വിഗ്രഹങ്ങളും അവിടെ ഉണ്ടാകരുത്, അല്ലാഹു അല്ലാത്ത ഒരു ആരാധനാ വസ്തുക്കളും ഉണ്ടാകരുത്, അവിടെ ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. നീ അത് നിർമ്മിക്കണം, എന്നിട്ട് അത് നീ ശുദ്ധീകരിക്കണം,
ലിത്വാഇഫീന തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, വൽഖായിമീന നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, വറുക്കഇ സുജൂദ ആ കഅബാലയത്തിന്റെ മണ്ണിൽ വന്ന് റുകൂഅ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നീ അത് ശുദ്ധമാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബിയും ആ കഅബാലയം പടുത്തുയർത്തി. അള്ളാഹ് പറഞ്ഞിട്ടാ ചെയ്തത്. പക്ഷേ എന്നിട്ട് മനസ്സിന് വല്ലാത്തൊരു ആശങ്ക. സ്വീകരിക്കണ്ടേ പടച്ചവൻ? അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് കഅബാലയത്തിന്റെ അറ്റത്ത് നിന്നിട്ട് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിട്ട് ദുആ ചെയ്തു. വഇദ് യർഫഉ ഇബ്രാഹീമു ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അവസാനിച്ചില്ല. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത മുസ്ലിമതൻ ലക وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ആ കഅബാലയം പടുത്തുയർത്തിയിട്ട് പറഞ്ഞു, പടച്ചവനെ ഇത് സ്വീകരിക്കണേ, ആ നിർമ്മാണം സ്വീകരിക്കണേ, നീ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്നെയും എന്റെ സന്താനങ്ങളെയും മുസ്ലിമീങ്ങളെയും യഥാർത്ഥ മുസ്ലിമീങ്ങളാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അല്ലാഹ് പറഞ്ഞു, കഅബ നിർമ്മിച്ചാൽ പോരാ, അതിന്റെ പൂർത്തീകരണം നീ നിർവഹിച്ചു. ഇനി വിളംബരം ചെയ്യണം. ഹജ്ജിന്റെ ആത്മാവുണ്ട്. എന്താണ് വിളംബരം? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യണം. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ദൗത്യമായിരുന്നു. ആളുകൾ വന്നുകൊള്ളും. ഒട്ടകത്തിന്റെ പുറത്തും നടന്നുകൊണ്ടും വിദൂരമായ മലമ്പാതയിൽ നിന്ന് ആൾക്കാർ സഞ്ചരിച്ച് ലബ്ബൈക ചൊല്ലിക്കൊണ്ട് ആ കഅബാലയത്തിന് മുമ്പിലേക്ക് വരും. അതുകൊണ്ട് നീ വിളിക്കണം, വിളിച്ചാൽ മതി, ജനങ്ങൾ എത്തിക്കൊള്ളും. ഓരോ വർഷവും ജനങ്ങൾ കൂടുകയാണ്. അല്ലാഹ് പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്നത് അറിയപ്പെട്ട മാസമാണ്, അതിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട മാസമാണ്. ഇസ്ലാമികമായി ഖുർആനികമായി പഠിക്കുമ്പോൾ രണ്ട് കർമ്മങ്ങളാണ്. അതിലൊന്ന് ഉംറയാണ്, രണ്ടാമത്തേത് ഹജ്ജാണ്. ഉംറ എന്ന് പറഞ്ഞാൽ കഅബാലയവും സഫയും മർവയും അടങ്ങുന്നതാണ് ഉംറ എന്നത്. അഥവാ നിയ്യത്ത് ചെയ്ത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് കഅബാലയത്തിലേക്ക് എത്തി തവാഫ് പൂർത്തീകരിച്ച് അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അതിനുശേഷം മതിവരുവോളം സംസം കുടിച്ച് അവിടുന്ന് സഫാ മർവക്കടയിൽ 7 തവണ പൂർത്തീകരിച്ചാൽ ഉംറ അവസാനിച്ചു. ഉംറയിൽ ബലികർമ്മമില്ല. ഹജ്ജ് എന്നത് മിനയുമായി ബന്ധപ്പെട്ടതാണ്, മുസ്ദലിഫയുമായി ബന്ധപ്പെട്ടതാണ്, അറഫയുമായി ബന്ധപ്പെട്ടതാണ്, ജംറത്തുൽ അഖബയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 8-നാണ്. ഹജ്ജിന്റെ കർമ്മം അവസാനിക്കുന്നത് ദുൽഹജ്ജ് 13-ന് അറവോട് കൂടിയാണ്. ഹജ്ജ് കർമ്മത്തിന്റെ അവസാനം ബലികർമ്മമുണ്ട്. ബലിപെരുന്നാളിന്റെ സമാപനം എന്നതും ബലികർമ്മമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗമാണ് വരേണ്ടത്. ആ പ്രവാചകന്റെ ക്ഷമയാണ് വരേണ്ടത്. ആ പ്രവാചകന്റെ സഹനമാണ് വരേണ്ടത്. തഖ്വയും നിയ്യത്തും ഈമാനും ഇഖ്ലാസുമാണ് ഹജ്ജിന്റെ ആത്മാവ്. പ്രവാചകന്റെ സുന്നത്താണ് ഹജ്ജിന്റെ ആത്മാവ്. എന്താണ് ഹജ്ജ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ, ഹജ്ജിന്റെ ആത്മാവ് എന്താണ് ചോദിച്ചപ്പോ ഒരൊറ്റ ആയത്ത് മാത്രമാണ് ഓതിയത്. ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഞാനാണ് നിങ്ങളുടെ അല്ലാഹു, ഞാനല്ലാതെ ആരാധ്യനില്ല. അതാണ് ഹജ്ജിന്റെ ആത്മാവ്, ഉംറയുടെ ആത്മാവ്, നമസ്കാരത്തിന്റെ ആത്മാവ്, സകാത്തിന്റെ ആത്മാവ്, അതുപോലെ തന്നെ ഉലുഹിയ്യത്തിന്റെ ആത്മാവ്. ഇന്നനി അനല്ലാഹ്, ഞാനല്ലാതെ അല്ലാഹുവില്ല, ഞാൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ നിങ്ങൾ ആരാധിക്കണം, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ ആകെ തുകയാണ് തൗഹീദിന്റെ ശബ്ദം. അതാണ് ഹജ്ജിന്റെ വിളംബരമായി, ഹജ്ജിന്റെ സന്ദേശമായി ഖുർആനിന് പറയാനുള്ളത്.
അത് സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ വിളംബരം കേട്ടുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹജ്ജാജിമാർ ഒരേ വസ്ത്രത്തിൽ, ഒരേ തൗഹീദിന്റെ നാമവുമായി, ഒരേ മനസ്സുമായി, ഒരേ ലക്ഷ്യവുമായി ആ കഅബയിലേക്ക് എത്തുന്നത്. അവർ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി സ്വീകരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. രണ്ടാമത്തെ ഫത്വയിൽ ഉണർത്താനുള്ളത് ഉലഹിയത്ത് നിയ്യത്ത് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കണം. ഉലഹിയത്തിന് പൈസ കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, പേര് കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, മൃഗത്തെ വാങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ദുൽഹജ്ജ് 1 മുമ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് 18-ാം തീയതി തിങ്കളാഴ്ച ദുൽഹജ്ജ് 1 ആവാനാണ് സാധ്യത. അതിനു മുന്നേ ആ കർമ്മങ്ങൾ ചെയ്യണം. ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, പൈസ പിന്നല്ല, മറ്റു പല ചെലവ് നമുക്ക് വന്നേക്കാം, രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ. ആ നിയ്യത്ത് ചെയ്തതുപോലെ ആ പൈസ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മൃഗത്തെ, അതെന്താണ് അതിന് സംവിധാനം ചെയ്യുക. ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട പ്രവാചകന്റെ ഒരു സുന്നത്ത്, ഇദാ റഅയ്തുമുൽ ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജിന്റെ പിറ കണ്ടു കഴിഞ്ഞാൽ, അഥവാ ദുൽഹജ്ജ് 1-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വഅറാദ അഹദുകും അൻ യൽഹ, ഉലഹിയത്ത് ചെയ്യാൻ തീരുമാനിച്ച ആളുകൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഫല്യുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, നഖവും മുടിയും വെട്ടാൻ പാടില്ല. ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ഒക്കെ മുടിയൊക്കെ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ആളുകൾ പള്ളിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയൊക്കെ ഒതുക്കണമെങ്കിൽ ശരിയും ഞായറും ചെയ്തേക്കണം. പിന്നെ തിങ്കളാഴ്ചയാണ് ദുൽഹജ്ജ് 1 എങ്കിൽ അറുത്തു മാംസം വിതരണം ചെയ്യും വരെ നിങ്ങളെ മുടി വെട്ടാൻ പാടില്ല. ശ്രദ്ധിക്കണം. അത് ഈ ബലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്താണ്. അശ്രദ്ധ ഉണ്ടാവരുത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. എല്ലാ ആഴ്ചയിലും നഖം വെട്ടുന്നതാ. ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകള് ഈ ദുൽഹജ്ജ് 1 മുതൽ അറുത്ത് വിതരണം ചെയ്യുന്ന നഖം വെട്ടാൻ പാടില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ നിയ്യത്ത് ചെയ്തത് അവര്, ആണുമാവാം പെണ്ണുമാവാം. ശ്രദ്ധിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂട്ടത്തിലുണ്ട്. അവര് ആ ദുൽഹജ്ജ് 1 മുമ്പ് ചെയ്യാനുള്ളതൊക്കെ മുടിയൊക്കെ ഒതുക്കണമെങ്കിൽ ഒതുക്കുക, അതിനുശേഷം അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, 10-ാം ക്ലാസ് റിസൾട്ട് ഒരുപാട് മക്കൾ കാത്തിരിക്കുകയാണ്. SLCയുമായി ബന്ധപ്പെട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന മുഴുവൻ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളോട് പറയാനുള്ളത്, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ BEdും MAയും സെറ്റും നെറ്റും ഒക്കെ എടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് അറബി പഠനം. ഒരുപാട് അറബിക്കോളെ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളെ മക്കൾക്ക് 10-ാം ക്ലാസ് അറബിയാണ് എടുത്ത് പഠിച്ചിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ പോലും +1 +2 ഇസ്ലാമിക സ്ഥാപനങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അറബി പഠിച്ചാൽ എന്ത് കിട്ടും? ഹൈസ്കൂളിൽ അധ്യാപകനാകാം. അറബി പഠിച്ചാൽ എന്ത് കിട്ടും? ഹയർ സെക്കൻഡറി അധ്യാപകനാകാം. 1 ലക്ഷം രൂപയാണ് ശമ്പളം. പോരെ. അറബി പഠിച്ചാൽ എന്ത് കിട്ടും? നെറ്റും സെറ്റും എടുക്കാം. പ്രൊഫസറാകാം, അസിസ്റ്റന്റ് പ്രൊഫസറാകാം, എവിടം വരെ എത്താം. അതുകൊണ്ട് അറബി ഭാഷയെ തള്ളിക്കളയേണ്ട. 10-ാം ക്ലാസ് കഴിയുമ്പോൾ കഴിവിന്റെ പരമാവധി ഖുർആന്റെ ഭാഷയായ
അറബി ഭാഷ സ്വീകരിച്ചുകൊണ്ട് മതവും ഭൗതികവും ജോലിയും കിട്ടും, ശമ്പളവും കിട്ടും, ആഖിറവും കിട്ടും, ഖുർആൻ മനസ്സിലാകും, അള്ളാഹിന്റെ ദീനും മനസ്സിലാകും, ഒരു നല്ല പണ്ഡിതനുമാകും, ഒരു നല്ല കുടുംബ ജീവിതവും കിട്ടും. അതാണ് ഗുണം. ആ രൂപത്തിലേക്ക് ഒന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അങ്ങനെ ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് തന്നെ മകനെ അറബി കോളേജിൽ വിട്ട് +1 +2 എടുത്ത് ആ രൂപത്തിലേക്ക് BEd എടുത്ത് അവന് PSC ടെസ്റ്റ് നടത്തി പരീക്ഷ നടത്തി ഒരു ജോലി നേടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ പള്ളിയുമായി ബന്ധപ്പെടണം, പള്ളിയുടെ ആളുകളുമായി ബന്ധപ്പെടണം. ധാരാളം അറബി കോളേജുകൾ നമ്മുടെ പരിസരങ്ങളിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ഒക്കെ ഉണ്ട്. അവിടെ വിട്ടാൽ 5 നേര നമസ്കാരം, ഖുർആൻ പാരായണം, ഇസ്ലാമിന്റെ ചിട്ട, തഹജ്ജുദ്, നല്ല സംസ്കാരം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, അതിനേക്കാളപ്പുറം നിങ്ങൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്ന മക്കളായിട്ട് മാറും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആയുസ്സുള്ള ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. പടച്ചവനെ കച്ചവടങ്ങളിൽ ബർക്കത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ വാഹനങ്ങളിലും അല്ലാതെയുമൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, ആപത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ, പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ, കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. കടമുള്ള മയ്യത്താക്കല്ല റഹ്മാനെ. പടച്ചവനെ മരണം വരെ ആരുടെ മുമ്പിൽ തലകുനിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قوم الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. أقم الصلاة.